ചെബുക്കുറ്റിക്ക് ഇങ്ങനെ ഒരൊറ്റ അടി അടിക്കണമെന്ന് വിചാരിച്ചതാ. ഞാൻ നേരം വെളുത്ത് വന്നപ്പോൾ ഇവിടെ ആളുകളെ നിൽക്കുന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയുള്ള കുഴപ്പമായിരുന്നു. എവിടെ വരെ ഇതിലെ കൂടെ ചാടിയെന്നോ എങ്ങനെ ചാടിയെന്നോ അറിയാൻ പറ്റും. ഇപ്പൊ അവൾ മോഹമൂടി എടുക്കുന്നില്ലല്ലേ. ഒരുപാട് നേരം വെളുത്ത പല വേഷത്തിൽ വന്നു. ഇപ്പം പാത്തുമ്മയാന്ന് തോന്നുന്നു. ചെബുക്കുറ്റിക്ക് ഇങ്ങനെ ഒരൊറ്റ അടി അടിക്കണമെന്ന് വിചാരിച്ചതാ. സമ്മതിച്ചില്ല. ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വരെ എന്റെ കൈ അന്ന് കിട്ടിയിരുന്നെങ്കിൽ അവിടെ വരെ വെറുതെ വിടത്തില്ല. കാര്യങ്ങൾ തെളിവെടുപ്പ് നടത്തിയിട്ട് അവരുടെ ബന്ധന ജംഗ്ഷനിലോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളൊക്കെ വായനശാല ജംഗ്ഷനിൽ നോക്കി, വീട്ടിൽ വന്ന് നോക്കി, ബുള്ളറ്റ് കത്തിച്ച് നോക്കി, എല്ലാം നോക്കിയിട്ട് വായനശാല ജംഗ്ഷനിലോട്ട് അല്ല ബന്ധന ജംഗ്ഷനിലോട്ട് തെളിവെടുപ്പിനെ കൊണ്ട് പോവുക. പ്രത്യേകം കൊണ്ട് അവര് തങ്ങളി പറഞ്ഞു പ്ലാനിങ്ങിലായി കൊണ്ടുവന്നത്. ഞാൻ നേരം വെളുത്ത് വന്നപ്പോ ഇവിടെ ആളുകളെ നിൽക്കുന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയുള്ള കുഴപ്പമായിരുന്നു. അങ്ങനെ പിന്നെ എന്തുവാ അറിയുന്നത്. എവിടെ വരെ ഇതിലെ കൂടെ ചാടിയെന്നോ എങ്ങനെ ചാടിയെന്നോ അറിയാൻ പറ്റും. ഇപ്പൊ അവൾ മോഹമൂടി എടുക്കുന്നില്ലല്ലേ. ഒരുപാട് നേരം വെളുത്ത പല വേഷത്തിൽ വന്നു. ഇപ്പം പാത്തുമ്മയാന്ന് തോന്നുന്നു. ചെബുക്കുറ്റിക്ക് ഇങ്ങനെ ഒരൊറ്റ അടി അടിക്കണമെന്ന് വിചാരിച്ചതാ. സമ്മതിച്ചില്ല. ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വരെ എന്റെ കൈ അന്ന് കിട്ടിയിരുന്നെങ്കിൽ അവിടെ വരെ വെറുതെ വിടത്തില്ല. എണ്ണ